ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷകരമായ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ യുദ്ധം കാരണം സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന നിരവധി ആളുകൾ, കുടുംബങ്ങൾ വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ദൃശ്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ദൃശ്യങ്ങളായിരുന്നു. വളരെ ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ യുദ്ധം അവസാനിച്ചല്ലോ, പിറന്ന മണ്ണിലേക്ക് തിരികെ പോകാമല്ലോ എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിൽ അവർ തിരിച്ച് വരികയാണ്. ഇവർക്കുള്ള സഹായ വിതരണം അത് ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നമുക്കറിയാം, വലിയ തരത്തിൽ ഉപരോധം നടന്നൊരു സ്ഥലമാണ്. നിരവധി ഈ കുവൈത്ത്, അതുപോലെ തന്നെ ഖത്തർ, അറബ് രാഷ്ട്രങ്ങളൊക്കെ നൽകിയ ഈ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ അവരിലേക്ക് എത്തിക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും അമൃത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം അത് തന്നെയാണ്. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒരുപക്ഷെ ലോകത്തിന്റെ നോവായിട്ടും പ്രതീക്ഷയായിട്ടും ഗസയിലുള്ള ആ ചിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പതിനായിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ തെക്കൻ ഗസയിലെ അൽമവാസി ഉൾപ്പെടെയുള്ള ഒരു ചെറിയൊരു പ്രദേശത്തേക്ക് അവരെ പുറന്തള്ളിയിരുന്നത്. അവിടെ ഒരു താൽക്കാലിക ടെന്റുകൾ പോലും ഇല്ലാതെ നരകതുല്യമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരവസ്ഥയിൽ ഒരു ജനതയോട് ചെയ്യാവുന്നതിന്റെ ക്രൂരതയുടെ ഏറ്റവും പാരമ്യത്തിലായിരുന്നു പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്നത്. എന്നിട്ട് ഇന്ന് ഒടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് ഇസ്രായേൽ അറിയിച്ചതിനെ തുടർന്നാണ് ഈ ജനങ്ങൾ കാൽനടയായി, അതും വളരെ പ്രായമുള്ള മനുഷ്യരുൾപ്പെടെ വേദനിക്കുന്ന കാലടിപ്പാടുകളുമായിട്ട് അവർ തങ്ങളുടെ ജന്മഗേഹങ്ങളിലേക്ക്, അവിടെ പല കെട്ടിടങ്ങളും പൂർണ്ണമായി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ അവരുടേതായി എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും ആ ജനത തങ്ങളുടെ പിറന്നു വീണ മണ്ണിലേക്ക്, അവിടെ നഷ്ടപ്പെട്ട തങ്ങളുടെ വസതി നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ദയനീയമായ രൂപത്തിൽ ാണെങ്കിൽ പോലും ഇച്ഛാശക്തിയോടുകൂടി പൊരുതി വിജയിച്ച ഒരു മനുഷ്യരുടെ ഒരു നിലയ്ക്കാത്ത പ്രയാണമായിരുന്നു ഇന്ന് ഉച്ചതിരിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിലും ആ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കിലോമീറ്ററുകളാണ് അവർ കാൽനടയായി വലിയ ഒരു ജനസഞ്ചയം തന്നെ സഞ്ചരിക്കുന്നത്. സഞ്ചരിക്കാൻ വാഹനങ്ങളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇന്ധനമോ ഇല്ലാത്ത ഒരവസ്ഥയിൽ പോലും ഈ മനുഷ്യർ തങ്ങളുടെ മണ്ണിനോടും തങ്ങളുടെ പ്രിയപ്പെട്ട ദേശത്തോടും പുലർത്തുന്ന അദമ്യമായിട്ടുള്ള ഒരു അനുരാഗ വായ്പ് അത് തന്നെയാണ് ആ മുഖങ്ങളിലൊക്കെയും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാനുള്ള നീക്കം അതിപ്പോൾ UN-ന്റെ മേൽനോട്ടത്തിലാണ് അത് നടക്കുക. അതോടൊപ്പം തന്നെ റെഡ് ക്രസന്റും നിരവധി സന്നദ്ധ സംഘടനകളും അതിന് തയ്യാറായി റഫാ അതിർത്തിയിൽ ഇപ്പോൾ കാത്തുകെട്ടി നിൽക്കുകയാണ്. നിത്യം ഒരു 600 ട്രക്കുകളെങ്കിലും എത്തിക്കണം എന്നാണ് കരാറിലെ വ്യവസ്ഥ. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 400 ട്രക്കുകൾ മാത്രമേ ആദ്യഘട്ടത്തിൽ അനുവദിക്കാൻ സാധിക്കൂ എന്ന് ഇസ്രായേൽ നിർബന്ധം പിടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, കാരണം ഒരു മുടക്കമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ ഈ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സൗകര്യങ്ങളും ഈ ജനതയ്ക്ക് ലഭ്യമാക്കണമെന്ന് വൻശക്തി രാജ്യങ്ങളൊക്കെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ഇസ്രായേലിനെ ഏതെങ്കിലും അർത്ഥത്തിൽ അത് തടയുന്നത് നിലവിലുള്ള ഈ കരാറിന് ദോഷം ചെയ്യുമെന്നതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടവും വളരെ ഇക്കാര്യത്തിൽ താല്പര്യമെടുക്കുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. എന്തായാലും ഞായറാഴ്ച രാവിലെയോടുകൂടി ഈ ഭക്ഷ്യവിതരണം ആരംഭിക്കും. ഏറ്റവും പരമാവധി ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള തിരക്കിട്ട ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് UN ഏജൻസികൾ വ്യക്തമാക്കുന്നത്. റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ ശരി. MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.